നമസ്കാരം. കഴിഞ്ഞ 2021 കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ നിൽക്കുമ്പോൾ 99 സീറ്റോടുകൂടി അഹങ്കാരത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ 41 സീറ്റിലേക്ക് ചുരുങ്ങി തകർന്ന് തരിപ്പണമായി കേരളത്തിൽ എവിടെയും ഒരു സാന്നിധ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. നിരാശരായ അണികളും നിരാശരായ നേതാക്കന്മാരും അങ്ങനെ കോൺഗ്രസും UDFും തകർന്ന് തരിപ്പണമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം നിയമസഭയിൽ മാത്രം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനോട് ഏറ്റുമുട്ടുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടല്ല പ്രവർത്തിച്ചത്. അദ്ദേഹം താഴെ തട്ട് മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക ഘടനകൾ കംപ്ലീറ്റ് പഠിക്കുകയും സ്ത്രീകൾ, പുരുഷന്മാർ, യുവാക്കൾ, യുവതികൾ, കുട്ടികൾ ഇവരുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പഠിക്കുകയും അതോടൊപ്പം വിവിധ സാമുദായിക സംഘടനകൾ മാത്രമല്ല സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടനകളും അതേപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയും കുറിച്ച് പഠിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനം തുടങ്ങുന്നത്. ആദ്യത്തെ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷം നേടുന്നത്. തൃക്കാക്കര ഇലക്ഷനിൽ പിണറായി വിജയനും മന്ത്രിമാരും അവിടെ കിടന്നും പ്രവർത്തിച്ചിട്ടും 25,000 വോട്ട് ഭൂരിപക്ഷത്തോടെ ഉമാ തോമസ് വിജയിച്ചത് അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് പുതുപ്പള്ളിയിലും പാലക്കാടും അതേപോലെ നിലമ്പൂരിലും UDF വൻ വിജയം നേടിയതും തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ പാറ്റേണിൽ UDF വിജയിച്ച് കയറിയത്. അവിടെയെല്ലാം തന്നെ കണ്ടത് CPM-ഉം ഇടതുപക്ഷവും തകർന്ന് തരിപ്പണമാകുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളം ജനത ഏറ്റവും വെറുക്കപ്പെട്ട നേതാവായി മാറുന്നതുമാണ്. അങ്ങനെ വെറുക്കപ്പെട്ട് നമുക്കറിയാം കേരളം മുഴുവൻ വലിയ ബോർഡുകൾ വെച്ച് അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി കൊടുത്ത് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം മെനയുകയുണ്ടായി. നമുക്കറിയാം പരസ്യമാണ് വ്യാപാരത്തിന്റെ രഹസ്യം എന്നതുപോലെ വിജയത്തിന്റെ രഹസ്യം പരസ്യമാണ് എന്ന് പിണറായി വിജയൻ മനസ്സിൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ജനങ്ങളെ പറ്റിക്കാനുള്ള വിദ്യയാണ് അതെന്ന് മനസ്സിലാക്കി അത് പ്രയോഗിച്ചെങ്കിലും അതൊന്നും ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറ്റില്ല. അങ്ങനെ VD സതീശന്റെ ശക്തമായ ജനങ്ങളുമായുള്ള ശരിയായ ബന്ധവും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അണികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നേതാക്കന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നണിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പ്രവർത്തനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അവസാനം അദ്ദേഹം നടത്തിയ പൊതുയുഗയാത്ര കേരള ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധത്തിൽ പ്രളയമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നാം നേരിട്ട് കണ്ടതാണ്. അതിനുശേഷമാണ് തുടർച്ചയായിട്ട് കേരളത്തിലെ UDFനെ പൂർണ്ണമായി സജ്ജമാക്കിയ ശേഷം ഇലക്ഷന് നേരിട്ടതും ഇലക്ഷനിൽ വൻ വിജയം നേടുമെന്ന് ഇപ്പോൾ CPM പോലും അതേപോലെ വിവിധ ഏജൻസികൾ പോലും സമ്മതിച്ചിട്ടുള്ളതും. അതിന് കാരണക്കാരൻ VD സതീശനാണ്. കുറെ പണം ഉള്ളത് കൊണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ വിജയിക്കണ്ടേ? അവിടെ ഒന്നും വിജയിച്ച് കണ്ടില്ല. അവിടെയൊക്കെ തോൽവി വിലന്നു വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള കേരളത്തിൽ ഒരു ശക്തനായ നേതാവ് വന്നതാണ് തന്ത്രശാലിയായ അതോടൊപ്പം പോരാട്ട നായകനായ അതോടൊപ്പം കൃത്യമായി ജനങ്ങളെക്കുറിച്ച് പഠിച്ച് ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്തണമെന്ന് പഠിച്ച നേതാവാണ് VD സതീശൻ. ആ നേതാവ് ഇപ്പോൾ കൃത്യമായി മുഖ്യമന്ത്രി ആകേണ്ട സമയത്ത് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല അതിന് യോഗ്യനായ ആൾ തന്നെയാണ്, അല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല. 2016 മുതൽ 2021 വരെ അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടം നമുക്കറിയാം. നിയമസഭയിൽ അകത്തായി പോയി എന്ന് മാത്രം, നിയമസഭയിൽ പുറത്തേക്ക് അത് അദ്ദേഹം എത്തിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ പരാജയ കാരണം. പിന്നീട് നമുക്കിപ്പോൾ പറയുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഇവിടെ വരണമെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു നേതാവ് ഇല്ലാത്തൊരവസ്ഥ വേണം. കേരളത്തിൽ ശക്തനായ നേതാവുണ്ട്, പ്രവർത്തിക്കാനുള്ള നേതാവുണ്ട്. ഒന്നുകിൽ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. മൂന്നാമതൊരാളുടെ ആവശ്യം ഇവിടെ ഇല്ല. എന്നാൽ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടി ചില തന്ത്രങ്ങളുമായി KC വേണുഗോപാൽ വരികയും പല MLA-മാരെ കൊണ്ട് പോസ്റ്റ് ഇടിക്കുകയും തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവവികാസം എന്താണ്? അനിൽകുമാർ എന്ന് പറയുന്ന വണ്ടൂരിലെ MLA-യെ പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അവസാനം അവർക്കത് വലിയ അതിർത്തിയായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഉന്നത യോഗം കൂടിയപ്പോൾ അവരെടുത്ത തീരുമാനം എല്ലാം തന്നെ
വി ഡി സതീശന് അനുകൂലമാണ് എന്നുള്ളതാണ് സത്യം. കാരണം അവർ നേരിട്ട് അറിഞ്ഞതാണ് പുതുയുഗ യാത്രയിലെ വി ഡി സതീശൻ വന്നപ്പോഴുടെ ജനപ്രളയം. മലപ്പുറം ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള ജനപ്രളയമായിരുന്നു ജില്ല മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും എല്ലാം മലബാർ മേഖലയെല്ലാം തന്നെ വലിയ ശക്തമായ ജനപ്രളയമായിരുന്നു. അതുമാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ മുന്നണിയെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. മുമ്പ് വി ഡി സതീശൻ വയസ്സുകൊണ്ട് താഴ്ന്നത് ചെറുപ്പമാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി വയസ്സുകൊണ്ട് കുറച്ചുകൂടെ മൂത്തതാണെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം വ്യവസായ മന്ത്രിയായി പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിലും വി ഡി സതീശൻ അങ്ങനെയൊന്നുമില്ലെങ്കിലും പക്ഷെ മുന്നണിയെ 5 വർഷം കൊണ്ട് നയിച്ച് അദ്ദേഹം മുന്നിലെത്തിക്കാനും ഭരണത്തിലെത്തിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണയുള്ള അതേപോലെ എങ്ങനെ നയിക്കണമെന്ന് അറിയുന്ന എല്ലാവരെയും കൂടെ നിർത്താൻ കഴിവുള്ള ഒരാളാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ തീരുമാനം തീർച്ചയായും ഹൈക്കമാൻഡിനെ അറിയിക്കും. അത് തീർച്ചയായും അത് വി ഡി സതീശന് അനുകൂലമായി തരും. വി ഡി സതീശൻ ക്യാമ്പാകട്ടെ നിശബ്ദമാണ്. വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ യാതൊന്നിനുമില്ല, ഇലക്ഷൻ കഴിഞ്ഞു, എനിക്ക് കുറെ വേറെ പരിപാടികളുണ്ട്, ഒരു ടൂറുണ്ട്, കുറെ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാനുണ്ട്, അതോടൊപ്പം തമിഴ്നാട്ടിൽ പോയി കുറെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ പ്രതിപക്ഷ മുന്നത്തിൽ നിന്നും UDF-നെ ഭരണമുന്നണിയിൽ എത്തിക്കുക എന്നതായിരുന്നു. അത് ചെയ്തു തീർത്തു. ഇനി 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാടെങ്കിൽ KC വേണുഗോപാലാണ് സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, കേരളത്തിൽ മുന്നണിയിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, തമ്മിലടിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഞാനൊന്നിനുമില്ല എന്നുള്ളത്. വരട്ടെ, 4-ാം തീയതി റിസൾട്ട് വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അദ്ദേഹം പറഞ്ഞു 100-ൽ പരം സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ച് ഇലക്ഷന് മുമ്പും പറഞ്ഞു, പിന്നീടും പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് UDF-നെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അതിനർത്ഥം അത്രയും ആത്മവിശ്വാസത്തോടെ മുന്നണിയെ നയിച്ച് അധികാരത്തിൽ അദ്ദേഹം എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. അതേ സമയത്ത് പ്രതിപക്ഷത്തെ പിണറായി വിജയൻ അമേരിക്കയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. ഈ സന്ദർഭത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ അല്ലെങ്കിൽ അവർ കൃത്യമായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ പിന്തുണയറിഞ്ഞ് വി ഡി സതീശനാണ് യോഗ്യനായ ആളെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പറയാതെ തന്നെ പറഞ്ഞുകൊണ്ട്, അതായത് അവരുടെ വാക്കുകളിൽ നേരിട്ട് പറയാതെ കൃത്യമായി മെസ്സേജ് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നു വി ഡി സതീശനാണ് നമുക്ക് മുഖ്യമന്ത്രി വരേണ്ടത് എന്നുള്ള കാര്യം. എന്തായാലും വി ഡി സതീശനാണ് കേരളത്തിലെ UDF-ലെ ഏറ്റവും വലിയ 2ാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം. നന്ദി, നമസ്കാരം.